ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ വർഷേനെയാണ് ഉദ്ഘാടനത്തിനായിട്ട് സച്ചി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ വർഷയോട് പറയുകയാണ്, സെലിബ്രിറ്റി ആണല്ലോ വർഷ, ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ സിനിമ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, സിനിമ സീരിയൽ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും അർഹതയായവളാണ് നമ്മുടെ വർഷ. അതുകൊണ്ട് വർഷ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. രേവതിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. രേവതിയും പറഞ്ഞു, അതെ വർഷേ, ബാ വർഷേ, ഉദ്ഘാടനം ചെയ്യും വർഷേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയും വിളിക്കുകയാണ്. അപ്പം ഏതായാലും രവീന്ദ്രനും ചന്ദ്ര അവിടെ നിപ്പുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വർഷക്കിട്ടൊരു ഒന്നൊന്നര പണി കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ സച്ചി ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും വർഷം വന്നു. ആദ്യമൊക്കെ വരാൻ അങ്ങോട്ട് വിസമ്മതിച്ചെങ്കിലും ചന്ദ്രയും അതുപോലെ ശ്രീകാന്തൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു റിബൺ കട്ട് ചെയ്തു. റിബൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ആദ്യം അനുഗ്രഹം മേടിക്കുകയാണ്. രവീന്ദ്രന്റെ കാലിൽ തൊട്ട് പൂവൊക്കെ കൊടുത്തു രവീന്ദ്രൻ, എന്നിട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞു. അങ്ങനെ മക്കളെ നന്നായിട്ട് വരുവുള്ളൂ, ഇതുപോലെ ഒരു 3-4 കടയും കൂടെ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ഇത് മോക്കുണ്ടാകും, മോള് നന്നായിട്ട് മുന്നോട്ടേക്ക് പൊക്കോ എന്നും പറഞ്ഞ് രേവതിനെയും സച്ചിനെയും കൂടെ ഒരുമിച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ എന്താ ചന്ദ്രൻ മാറി നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് വാ, വന്ന് മക്കളെ അനുഗ്രഹിച്ചതേ, ചന്ദ്രമതി പൂക്കട എന്ന് പേര് വിട്ടിട്ട് നീ ഇങ്ങനെ അകന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ, വാടി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വേണം വേണ്ട എന്നുള്ള രീതിയിൽ ചന്ദ്ര വന്ന് നിന്നപ്പോഴത്തേക്കും അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലേ വീണു. അങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ള രീതിയിൽ അനുഗ്രഹിച്ചില്ല എന്ന കണക്കിനും നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഏതായാലും തലയിലൊക്കെ തൊട്ടിട്ട് മുടിഞ്ഞു പോട്ടെ എന്നായിരിക്കും മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യത്തെ പൂ മേടിക്കേണ്ടത് അച്ഛനായിരിക്കണം, കാരണം അച്ഛന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ അത് ഇരട്ടിക്കുകയുള്ളൂ, അതൊരിക്കലും പോവില്ല, അപ്പം അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് ആദ്യം രേവതിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പൂ മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. അയ്യോ അത് വേണോ മോനെ, അല്ല നീ ഒരു കാര്യം ചെയ്യ, നീ തന്നെ മേടിക്കുക, അല്ലെങ്കിൽ ചന്ദ്ര മേടിക്കട്ടെ. ഏയ് അച്ഛൻ മേടിച്ചാൽ മതി, എൻ്റെ ഒരു ആഗ്രഹം, അച്ഛൻ തന്നെ ആദ്യം രേവതിയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കണം, എങ്കിലേ ഈ കടയുണ്ടല്ലോ 100 മേനിയായിട്ട് തിളങ്ങുള്ളൂ, ഇനി ഇത് വെച്ചടി കയറ്റമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്ര സൈഡ് നിന്ന് വെച്ചടി കയറ്റമല്ല, വെച്ചടി ഇടിഞ്ഞു പോവുള്ളൂ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയാം. അപ്പം സച്ചി ചോദിച്ചല്ല, എന്തെങ്കിലും എൻ്റെ അമ്മ ഇപ്പൊ പറഞ്ഞോ മൊഴിഞ്ഞോ? ഏയ് ഞാൻ എന്ത് പറയാനാ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ എന്ത് പറയാനാ എന്നുള്ള രീതിയിൽ ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പൂക്കടയുടെ അകത്തേക്ക് കയറിപ്പോയി. പൂക്കടയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. രേവതിക്ക് മതിയാവുന്നില്ല സന്തോഷം കേട്ടോ, അത്രമാത്രം സന്തോഷമുണ്ട് രേവതിക്ക്. ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മിയുടെ കാലിലും തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലക്ഷ്മിയുടെ കാലിലും തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതാണ്. അങ്ങനെ രേവതി കടക്കകത്ത് കയറിയിരുന്നു. അങ്ങനെ രവീന്ദ്രന് പൂവൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പൂവൊക്കെ മേടിച്ചു. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ സച്ചി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിച്ചപ്പം അതിന് പല പല കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും അവിടെ നിൽക്കട്ടെ. ഏതായാലും എൻ്റെ ഭാര്യ മാത്രം ആയിരുന്നല്ലോ ഒരു പണിയും വേലയും കൂലിയും ഒക്കെ ഇല്ലാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ ആയിരുന്നല്ലോ. ഇപ്പൊ എൻ്റെ ഭാര്യക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്. ഇപ്പൊ ഒരു കടയുടെ ഓണറാണ് എൻ്റെ ഭാര്യ. അതിന്റെ ഒരു ബഹുമാനം കൊടുക്കാട്ടോ എന്നിങ്ങനെ ചന്ദ്രമതിനെ നോക്കി പറഞ്ഞു. ചന്ദ്രമതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും ചന്ദ്രയും ശ്രുതിയും ഒക്കെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലോ, എങ്കിൽ പിന്നെ പോയേക്കാം, ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിങ്ങിന് പോകണം നമ്മുടെ വർഷയ്ക്ക്, ശ്രുതിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയ അവര് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് സച്ചി പറയുന്നത്, നിന്നെ അതേ എനിക്കൊരു കാര്യം പറയാനുണ്ടോ, വിട്ടുപോയി രേവതി, ആ കവറിങ് എടുത്തേ എന്നും പറഞ്ഞൊരു കവർ ഇങ്ങനെ മേടിക്കുകയാണ് രേവതിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് വർഷയോട് പറഞ്ഞു, അതെ ഈ സാധാരണ സെലിബ്രിറ്റീസ് ഒക്കെ ഉദ്ഘാടനത്തിന് വരുമ്പോഴേ വലിയ തുകകളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിപ്പം വലിയ തുകയൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഏതായാലും ഞങ്ങളുടെ ഒരു ചെറിയ കടയാണ്, കണ്ടില്ലേ, ഒരു പെട്ടിക്കട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ കടയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം, ഉദ്ഘാടനം ചെയ്ത വർഷയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റാണിത് എന്ന് പറഞ്ഞ് ആ ഒരു കവറിനകത്തിട്ട് പൈസ കൊടുക്കാണ്. 2000 രൂപയാണ് അത്. രേവതി ഇങ്ങ് വന്ന രേവതി, നീ തന്നെ ഇത് കൊടുത്താൽ മതി, കൊടുത്തേ എന്നും പറഞ്ഞ് നമ്മുടെ വർഷയുടെ മുമ്പിൽ വെച്ച് നീട്ടാണ് കേട്ടോ. വർഷ അങ്ങ് വല്ലാണ്ടായി പോയി. വർഷയ്ക്ക് അറിയാം, കാരണം വർഷയ്ക്ക് നന്നായിട്ട് മനസ്സിലായി, തനിക്കിട്ട് വെച്ചതാണ്, തനിക്കിട്ട് തന്നെയാണ് ഈ പണി പണിതത്. കാരണം താനാണ് 2000 രൂപ കൊടുത്തത്. നമ്മുടെ സച്ചിക്ക്, രേവതിക്ക് 2000 രൂപ കൊടുത്തത് വർഷയാണല്ലോ.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ വർഷേനെ ഒന്ന് അപമാനിക്കണം എന്നുള്ള മനസ്സിലെ ചിന്താഗതി കൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ പൈസ മേടിക്കാൻ വേണ്ടി വർഷ തയ്യാറാവുന്നില്ല. പക്ഷെ ചന്ദ്രയ്ക്കോ ശ്രീകാന്തിനോ ഒന്നും അറിയില്ലല്ലോ സച്ചിയുടെ മനസ്സിലിരിപ്പ് ഇതാണെന്ന്. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വർഷ നീ പൈസ മേടിക്കുക, ഏട്ടൻ തരുന്നതല്ലേ, നീ മേടിച്ചോ, മേടിക്കാതിരിക്കൊന്നും വേണ്ട, നീ മേടിക്കുക. ഏതായാലും നീ ഇതിനു മുമ്പ് കടകളൊന്നും ഉദ്ഘാടനം ചെയ്തിട്ടില്ലല്ലോ, ഇത് നിന്റെയും കൂടെ ഒരു തുടക്കമാകട്ടെ, നീ മേടിക്കാൻ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ നോക്കിയിരിക്കുന്ന എന്തിനാ, നീ മേടിക്കുക, ഇനിയിപ്പോ എന്താ മേടിക്കാൻ, ഇനിയിപ്പോ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, മോള് മേടിക്കാൻ പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു മേടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വർഷ ആ പൈസ മേടിച്ചു. വർഷയ്ക്ക് അങ്ങ് എന്തോ പോലെയായി പോയിട്ടോ. വർഷയ്ക്ക് അറിയാം തനിക്ക് അത്രയ്ക്കും ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയതെന്നറിയാം. ആ പൈസ മേടിച്ചോണ്ട് പോകുന്ന പോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, അടിപൊളി പോക്കൊക്കെയാണ്. അങ്ങനെ വർഷ അങ്ങനെ പോയി, ഇവരൊക്കെ അങ്ങനെ പോയി. ചന്ദ്രയാണെങ്കിൽ കോപ്പ് മനുഷ്യന് നാണം കെടുത്താനായിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചോളൂ, അങ്ങനെയാ ഇങ്ങനെയാ അർച്ചത മറ്റതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശ്രുതിയാണെങ്കിൽ അല്ലെങ്കിലും ഇത് എന്താ അമ്മ വീടിന്റെ മുമ്പിൽ പെട്ടിക്കട മാടക്കട, ഇതെന്താ ഇതിപ്പോ നാണക്കേടാണല്ലോ എന്ന് പറഞ്ഞു ശ്രുതിയും കൂടെ എരിവ് കയറ്റുകയാണ് നമ്മുടെ ചന്ദ്രനെ. ഇത് കഴിയുമ്പോഴത്തേക്ക് സച്ചിനെ കാണിക്കുകയാണ്. അപ്പൊ അവിടെ വന്ന് കുറച്ചു പേരൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം ചായ കോഫിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, മോളെ നിന്റെ ഭാഗ്യമാ മോളെ, മോക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ ഒരു കടയൊക്കെ നടത്തണമെന്ന്, ഇത് മോളുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി, ഇതുപോലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ല. സത്യമായിട്ട് സച്ചിന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, പക്ഷെ മോളുടെ മനസ്സറിഞ്ഞ് മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. അവനെ നീ ഒരിക്കലും നിന്ദിക്കരുത്, അവനെ നീ സ്നേഹിക്കാതിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും, എനിക്ക് സച്ചേട്ടനെ അറിയാം, മറ്റാരെക്കാളും എനിക്കിപ്പോൾ അറിയാം, എനിക്ക് ഒരുപാട് തെറ്റുപറ്റി പോയിട്ടുണ്ട്, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല സച്ചേട്ടൻ എന്നെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് പോകണം, ദേവുവിന് കോളേജിൽ പോകണം, ശരത്തിനും കോളേജിൽ പോകണം, അതുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ശരത്ത് ചോദിച്ചു സച്ചിയോട്, ഞാനിവിടെ നിൽക്കണോ ഏട്ടാന്ന് ചോദിച്ചപ്പോ, ഹേയ് വേണ്ട, നീ പൊക്കോ, വിട്ടുപൊക്കോ, പഠിക്കാനുള്ളവരൊക്കെ പഠിച്ചേ പോയി എന്നും പറഞ്ഞ് അവരെല്ലാവരെയും പറഞ്ഞു വിട്ടു. നമ്മുടെ രേവതി പൂക്കടയിൽ നിൽക്കുന്നു. ഏതായാലും രേവതിക്ക് സന്തോഷമായി. ഇതിനിടയിലാണ് ഇരിക്കപ്പുറതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദ്ര നടക്കുകയാണ്. പുറപുറാന്ന് പറയുന്നുണ്ട് കേട്ടോ, കോപ്പ് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പുറപുറാ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, ഇവക്കെന്തോ പറ്റി, ഇവള് ഈ മൂട്ടിൽ ഉറുമ്പ് കടിച്ച പോലെ നിലത്തൊന്നും ഇരിക്കാതെ ഇങ്ങനെ നടക്കുന്നത്, ഓ സന്തോഷം കൊണ്ടായിരിക്കും. അല്ല ചന്ദ്രമതി, നിനക്ക് ഭയങ്കര സന്തോഷമായല്ലോ ഇപ്പം നിന്റെ പേരില് 2 സ്ഥാപനമാണ് ഇതിലേക്കൂടെ ഓടുന്നത്, ഇനി എത്രയെത്ര സ്ഥാപനങ്ങൾ വരാൻ കിടക്കുന്നു. ഓ നീ ഒരു ഭാഗ്യവതിയായ അമ്മായിയമ്മ തന്നെയാണ് കേട്ടോ എന്ന് പറയുമ്പം, രവിയേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ, ഒരു പെട്ടിക്കടയ്ക്ക് കൊണ്ടുപോയി ചന്ദ്രമതിന്ന് പേര് വിട്ടിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ബ്യൂട്ടി പാർലറിന് പേരിട്ട പോലെയാണോ ഒരു മാടക്കടയ്ക്ക് കൊണ്ടുപോയി ചന്ദ്രമതി എന്ന് പേരിട്ടേക്കുന്നത്, നാണക്കേട്, ഇതിപ്പരം നാണക്കേട് വേറെ ഉണ്ടോ, അതും നടവാതിക്കൽ തന്നെ കൊണ്ടുവച്ചേക്കുക, എന്തിന്റെ കേടാ ഇത് മനഃപൂർവ്വ എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാ ആ പേരിട്ട് ആ കട അവിടെ കൊണ്ടുവച്ചത്. എനിക്കറിയാം നിങ്ങളുടെ മോനല്ലേ, നിങ്ങളുടെ മോൻ ആരാ സൈസ്, എനിക്കിട്ട് എങ്ങനെയൊക്കെ പണി തരാമോ അങ്ങനെയൊക്കെ പണി തരാൻ അവന്റെ വിചാരം എന്ന് പറഞ്ഞപ്പം, എന്താ ചന്ദ്ര ഈ പറയുന്നത്, ദേ നിന്റെ പേര് ആ കടയ്ക്കുള്ളതിൽ നീ അഭിമാനിക്കല്ലേ ചെയ്യേണ്ടത്, ദേ ഇനിയിപ്പം 2-3 പൂക്കടയൊക്കെ ഇങ്ങനെ ഓരോ ബ്രാഞ്ചൊക്കെ മാറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആട്ടോ അതിന്റെ മുതലാളി, നീ തന്നെയല്ലേ ഇതിന്റെ മുതലാളി, വേറെ ആരും അല്ലല്ലോ അതിന്റെ മുതലാളി. ചന്ദ്രമതി, നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ നിന്റെ വില. ഏതായാലും ഇഷ്ടമില്ല സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് എന്റെ പേരിടാൻ തോന്നിയില്ലോ, നിന്റെ പേരിടാനല്ലേ തോന്നിയുള്ളൂ. അപ്പൊ അവന്റെ നല്ല മനസ്സ് നീ അറിയണം. എന്താ ചന്ദ്ര ഇത്, നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെന്ന് പറഞ്ഞു. അപ്പം രവിയേട്ടാ, എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്, രവിയേട്ടനൊന്ന് പോവോ, എനിക്ക് സമാധാനം വേണം, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒന്ന് പോകാൻ പറഞ്ഞപ്പോ, ഞാൻ പൊക്കോളാടോ, നിന്നോട് ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ലല്ലോ, നമ്മുടെ മക്കളുടെ സ്നേഹത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഏതായാലും അടുക്കളപ്പണി ചെയ്യാനും നീ തന്നെ വേണ്ടി വരും. പണ്ടത്തെ പോലെ പണിയൊക്കെ പഠിച്ചു വെച്ചോ. എനിക്കറിയാം, അത് തന്നെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന്. അവളെ വീട്ടിൽ നിന്ന് വെളിച്ചാടിച്ചിട്ട് എന്നെ അടുക്കളയെ കയറ്റാനായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം. നടന്നത് തന്നെ. അതെന്താ നടക്കാത്തത്? അത് നടക്കണമല്ലോ ചന്ദ്രേ, അതെന്തുകൊണ്ട് നടന്നുകൂടാ? രേവതിക്ക് വേലയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്നപ്പം അവളെ കൊണ്ട് നീ പണിയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പം അവളൊരു കടയുടെ ഓണറാ, അത് നീ മറക്കരുത്. ചന്ദ്രമതി പൂക്കട, ആ കടയുടെ ഓണറാ. ഇടയ്ക്കിടയ്ക്ക് ഈ ചന്ദ്രമതി പൂക്കട എന്നും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രക്കിട്ട് വെക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഭാമ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ഭാമ ഫോൺ വിളിച്ചിട്ട്, എടി ചന്ദ്രേ, ഞാൻ അറിഞ്ഞടി, എടി നിനക്ക് ഒരു കടയും കൂടെ ആയല്ലോ നിന്റെ പേരില്, നിന്റെ ഒരു ഭാഗ്യമേ,
ഇതുപോലെ ഓരോ മക്കള് കട തുടങ്ങുമ്പോ നിന്റെ പേരിടാൻ തുടങ്ങി കഴിഞ്ഞാല് സമ്മതിക്കണോടി, നിന്റെ മക്കള് നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഏതായാലും എനിക്ക് വരാൻ പറ്റിയില്ല, എന്നെ സച്ചി വിളിച്ചതാ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞ്. എന്ത് ചെയ്യാനാ, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഉടനെ ഞാൻ നിന്റെ കട കാണാൻ വരുന്നുണ്ട്. നീ എപ്പോഴും പൂക്കാരി പൂക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ആ പൂക്കാരിയുടെ കടയുടെ പേര് ചന്ദ്രമതി പൂക്കട എന്നായി പോയല്ലോ. ഇനി എങ്ങനെ നീ അത് പറയും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭാമയോട് പറഞ്ഞു, എടി നീ ശവത്തി കുത്ത്, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? എനിക്കിവിടെ സമാധാനമില്ല. ദേ വേറെ വല്ല ടെക്സ്റ്റൈൽസിനോ അങ്ങനെ എന്തിനേലും ഒക്കെ ചന്ദ്രമതി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ സഹിച്ചേനെ. ഇതൊരു പെരട്ട പൂക്കട ദാരിദ്ര്യം പിടിച്ചവളുടെ, അതിന് ചന്ദ്രമതി എന്ന് കൊണ്ട് പേര് വിട്ടു വെച്ചിരിക്കുന്നു. മനുഷ്യന് നാണക്കേടായല്ലോ. അതെ, ഈ നാട്ടുകാരെല്ലാം അറിഞ്ഞു, ഇവിടെയുള്ള നിന്റെ ബന്ധുക്കളും അയലോക്കംകാരൊക്കെ അറിഞ്ഞു നിന്റെ പേരാ കടക്കിട്ടേക്കുന്നതെന്ന്. ഏതായാലും ഓരോരുത്തരുടെ വിളി പ്രതീക്ഷിച്ചോന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വീണ്ടും ബിസി ആവുകയാണ് കേട്ടോ. ബിസി ആവുമല്ലോ, ഒരു കോള് കയറി വരികയാണ് കേട്ടോ. അപ്പൊ കോള് കയറി വരുന്നുണ്ട്, ആരോ വിളിക്കുന്നുണ്ട്. ഭാമേ നീ വെച്ചേ. ഞാൻ വെക്കുവാ. ഇനിയിപ്പം ബിസി ആയിരിക്കുവേ. ചന്ദ്രമതി പൂക്കടയില് പല ആൾക്കാരും അന്വേഷിച്ച് വരുമല്ലോ. ഏതായാലും ഞാൻ ഫോൺ വെക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഭാമ. അപ്പോഴത്തേക്കും അടുത്ത ആള് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അപ്പം റിലേറ്റീവ്സോ ബന്ധുവോ അതോ ഫാമിലി ഫ്രണ്ടോ അങ്ങാണ്ടാണ് വിളിക്കുന്നത്. ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുകയാണ്. സച്ചിയാണോ കട തുടങ്ങിയത്? അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ നടുക്കത്തെ മോനാ. നിന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്? അതെ എന്റെ പേരാ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു വീടുകയാണ്. അങ്ങനെ 2-3 കോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ചന്ദ്രമതി ആണെങ്കിൽ കോപ്പ് ഫോണും തല്ലിപ്പൊട്ടിച്ച് അങ്ങോട്ടല്ലോ ഇറങ്ങി പോകാം. ഇനിയിപ്പോ എന്താ ആ കട അവിടെ നിന്ന് മാറ്റാനൊരു വഴി? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് പൊറുതി ഉണ്ടാകത്തില്ല. ആ കട അവിടെ നിന്ന് കഴിഞ്ഞാല് എനിക്ക് സമാധാനം കിട്ടത്തില്ല. അത് ഞാൻ വലിച്ചെറിയെന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് എടുത്ത് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത ആള് വിളിക്കാണ് കേട്ടോ. പൂവുണ്ടോന്നും ചോദിച്ചോണ്ട്. ഇവിടെ പൂവൂലൊരു കോപ്പൂലെന്ന് പറഞ്ഞിട്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പൊ സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ മറിഞ്ഞിരുന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. സത്യം പറഞ്ഞ രവീന്ദ്രന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സച്ചി ഏതായാലും ചന്ദ്രക്കിട്ടും വർഷക്കിട്ടും ശ്രുതിക്കിട്ടൊക്കെ 8ന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീട്ടിലെ ജോലി ആര് ചെയ്യും? ഇനിയിപ്പൊ നമ്മുടെ രേവതി ജോലിക്കാരിയല്ലേ, അപ്പൊ ജോലിക്കാരിക്ക് ജോലി ചെയ്യണ്ട എന്നാണല്ലോ നമ്മുടെ ചന്ദ്രയുടെ കണ്ടുപിടുത്തം. വീട്ടിനകത്ത് ഇരിക്കുന്ന ഒരാളല്ലോ ജോലി മുഴുവൻ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചന്ദ്ര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയാണെങ്കിൽ ഈ പൈസയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് വന്നിട്ട് എന്താ വർഷയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഈ പൈസ എന്തിനാ സച്ചി ഏട്ടൻ എനിക്ക് തന്നതെന്ന് അറിയാമോന്ന് ചോദിച്ചു. അല്ല ഈ പൈസ എന്തിനാ നിനക്ക് തന്നത്? ഇതേ എനിക്കിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാ. ഞാനിനി രേവതി ചേച്ചിക്ക് പൈസ കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്താൽ രേവതി ചേച്ചി സ്വയം പര്യാപ്ത കൈവരിക്കും. രേവതി ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആരുടെയും കാല് പിടിക്കാതെ രേവതി ചേച്ചി തന്നെ മേടിക്കും. രേവതി ചേച്ചി പതിയെ ഡെവലപ്പ് ആകും. അങ്ങനെ ഈ ഇഷ്ടമില്ലാത്ത ബന്ധം, അതായത് സച്ചിയേട്ടന്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത രീതിയാണ് ഇപ്പൊ രേവതി ചേച്ചിക്ക്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചിയുടേതായ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം തകരും. അതുകൊണ്ട് ഇത് വെരി 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 മാസ്റ്റർ പ്ലാനാ, അതെനിക്ക് ഉറപ്പാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്തൊക്കെ വിളിച്ചു പറയുന്നത് വർഷ? അല്ലെങ്കിലും മഞ്ഞപ്പിത്തം പിടിച്ചവനെല്ലാം മഞ്ഞയായിട്ട് തോന്നത്തുള്ളൂ. അതുപോലെയാ സച്ചേട്ടൻ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ല കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. ഇതത് തന്നെയാ, രേവതി ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. അത് തന്നെയാ. അതുകൊണ്ടാ ഈ 2000 രൂപ എനിക്ക് തിരിച്ചു തന്നത്. ഇനി ഞാൻ കൊടുക്കാൻ പാടില്ല പൈസ. രേവതി ചേച്ചി ഉണ്ടാക്കുന്ന പൈസ ആണെങ്കിലും ആ കടയിൽ സച്ചേട്ടന്റെ ഒരു നോട്ടം കാണുമല്ലോ. ഏതായാലും ആ കടയുടെ പൈസ മൊത്തം മിക്കവാറും സച്ചേട്ടൻ തന്നെ കൊണ്ടുപോകും. രേവതി ചേച്ചി പൂ മാത്രം വിൽക്കുന്ന ഒരു കടയുടെ ഓണർ എന്ന പേരും ലാസ്റ്റ് തൊഴിലാളിയായിട്ട് അവിടെ നിൽക്കും. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്, അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞപ്പോ, പിന്നെ എന്റെ പൊന്നു വർഷം നീ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പിറക്കി നിൽക്കരുതേ. നീ എന്തിനു, ഞാൻ പറഞ്ഞല്ലോ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയാ നീ പറയുന്നത്. പക്ഷെ അതല്ല മറ്റുള്ളവരുടെ മനസ്സില്. ഏട്ടൻ്റെ ഇത്ര വർഷമായിട്ടും എനിക്ക് അറിയാവുന്നതല്ലേ. എനിക്കിപ്പം 10, 25, 26 വയസ്സായില്ലേ. ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എന്റെ ഏട്ടനെ, ഞാൻ അത്രയും നാള് മുതൽ ഏട്ടനെ കണ്ടു തുടങ്ങിയേക്കുന്നതാ. ഏട്ടന് നല്ലൊരു മനസ്സുണ്ട്, നിനക്ക് അറിയില്ല വർഷ എന്ന് പറയുമ്പോ, പിന്നെ ഭയങ്കര നല്ല മനസ്സാ. നോക്കിക്കോ, ഇതല്ലെങ്കിൽ എവിടെ പോയി നിൽക്കുന്നു നോക്കിക്കോളാൻ പറഞ്ഞു. ഇതേ സമയത്ത് ശ്രുതിക്കും ഒരു സമാധാനം ഇല്ലാട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും സമാധാനം ഇല്ലാത്ത വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിക്ക് സമാധാനം ഇല്ലാത്തത്
തനിക്കൊരു പെട്ടിക്കട പോയിട്ട് ഒരു മാടക്കട പോലും ഇല്ലല്ലോ, ഒരു ഉന്തുവണ്ടി കട പോലും ഇല്ലല്ലോ, താന് ഒരു ബ്യൂട്ടി പാർലറിൽ ഇപ്പം സ്റ്റാഫായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് രേവതിയുടെ പോലും വില ഇനി കിട്ടില്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിന്ത കയറി വന്നിരിക്കുകയാണ് നമ്മുടെ ആർക്ക്, ശ്രുതിക്ക്. ഏതായാലും ഇനിയിപ്പം ശ്രീകാന്തിന്റെ കള്ളത്തരങ്ങളൊക്കെ ഉടനെ കണ്ടുപിടിക്കും. അതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ പത്തി താരും. അപ്പൊ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ നമ്മുടെ വർഷയുടെ ശ്രീകാന്തിന്റെ ഒക്കെ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. നമ്മുടെ സച്ചി ഇനി രേവതിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് അങ്ങോട്ട്. നമ്മുടെ രേവതിയെ ഇനി ഒരിക്കലും ആരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ പാടില്ല. നമ്മുടെ രേവതിക്ക് അതിനനുസരിച്ചുള്ള കച്ചവടവും കൂടിക്കൂടി വരും. ഇതിനിടയിൽ ശ്രുതിയും ചന്ദ്രയും കൂടെ ചേർന്ന് കട എങ്ങനെയെങ്കിലും പൊളിച്ചു മാറ്റാനുള്ള എല്ലാ പ്ലാനും പദ്ധതികളും ഇടുന്നുണ്ട്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഒരു 8-10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. ഫുൾ വിശേഷം നയനയുടെയും ആദർശിന്റെയും കിടക്കാച്ചി വിശേഷം തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നയനയുടെയും ആദർശിന്റെയും, കാരണം പല സത്യങ്ങളും നവ്യ അറിയാൻ പോവുകയാണ്. അനാമികയുടെ വായിൽ നിന്ന് തന്നെ എല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ജലദോഷത്തിന്റെയും പനിയുടെയൊക്കെ കാര്യം പറഞ്ഞിങ്ങനെ കുറച്ച് വിഷമമൊക്കെ പറഞ്ഞപ്പം അതിന് കമന്റ്സ് ഒക്കെ ഇടാൻ കുറേ പേര് കമന്റ്സ് ഒക്കെ ഇടുകയും എന്നെ സമാധാനിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ ചിഹ്നം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഏതായാലും നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ എന്നെ കരുതുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പനിയൊക്കെ ലേശം കുറവുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. കൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പം കൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും അധ്വാനമൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ റിവ്യൂ പറയുക എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ തൊണ്ടയ്ക്ക് ഒത്തിരി സ്ട്രെയിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കഥ കേൾക്കാൻ എല്ലാവരും വന്നിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാ വരാതിരിക്കുന്നത്? ഒരു ദിവസം ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റി ചിന്നു കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് എന്നും വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീച്ചും കുറയും, നമ്മുടെ വരുമാനം കുറയും. അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് അതും കൂടെ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. ടാറ്റാ ബൈ ബൈ.